ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, മറ്റൊരു അനുഭവം കൂടി സിസ്റ്റർ പങ്കുവയ്ക്കുകയാണ്. ഒരിക്കൽ ഒരു ധ്യാന കേന്ദ്രം സിസ്റ്റർ കണ്ടിട്ടില്ല. തൃശ്ശൂർ തന്നെയാണ്. ധ്യാന കേന്ദ്രം കണ്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു സിസ്റ്ററിനെയും കൂട്ടി ആ ധ്യാന കേന്ദ്രം ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അവിടെ നിറയെ ആളുകൾ വരുന്ന ദിവസമാണ്. അതൊന്നും അറിയാതെയാണ് ചെന്നത്. അപ്പോൾ ചെന്ന് അവിടുത്തെ പ്രേക്ഷിതർ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, നമ്മുടെ ധ്യാനഗുരു അച്ഛനെ കാണാം, എല്ലാവരും അവിടെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്, സിസ്റ്റേഴ്സ് വരിയായിട്ടൊന്നും നിൽക്കണ്ട, നിങ്ങൾ പോയി കാണാം. അങ്ങനെ ഞാൻ ആദ്യം എൻ്റെ കൂടെയുള്ള സീനിയർ സിസ്റ്റർ അങ്ങ് കയറിപ്പോയി. പിന്നെ ഞാൻ കയറി ചെന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, കാർമൽ സിസ്റ്റർ ഒരു കാര്യം ചെയ്യേ, മുകളിൽ അവിടെ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്, സിസ്റ്റർ കുറച്ച് നേരം ജനങ്ങളെ ഒന്ന് കൗൺസിലിംഗ് ചെയ്തിട്ട് പറ്റാവുന്നിടത്തോളം ഒന്ന് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിളും കുരിശൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ അതിന് ഒരുങ്ങി നമ്മൾ കുമ്പസാരിച്ച് ജപമാല ചൊല്ലി നമ്മൾ ഒരുങ്ങിയിട്ട് വേണം ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ധ്യാനഗുരു ആയിട്ട് നമ്മൾ ധ്യാനം പ്രസംഗിക്കാൻ പോകുമ്പോൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് സാരില്ല, ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം, സിസ്റ്ററിന് എല്ലാ അനുഗ്രഹങ്ങളുണ്ട്, സിസ്റ്റർ എത്രയും പെട്ടെന്ന് അവിടെ കൗൺസിലിംഗ് ആരംഭിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രേക്ഷിതർ സിസ്റ്ററിനെ ബൈബിളും കുരിശൊക്കെ കൊണ്ടുവന്ന് ഞാൻ കൗൺസിലിംഗ് ഇരിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛൻ പ്രേക്ഷിതരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിൾ കാര്യങ്ങളൊന്നും കാർമൽ സിസ്റ്ററുടെ അടുത്തേക്ക് വിടരുത്, നല്ല ടഫായിട്ടുള്ള നല്ല ദുരന്തങ്ങൾ പിടിച്ച അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കേസുകൾ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന്, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, കൗൺസിലിങ്ങിന് വിടാൻ. അങ്ങനെ ഞാൻ അവിടെ ഒരു മുറിയിൽ കൗൺസിലിങ്ങിന് ചെന്നിരുന്നു. ധാരാളം മക്കൾ കൗൺസിലിംഗ് ഇരിക്കുന്നുണ്ട്, ധാരാളം പ്രേക്ഷിതരും കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ട് വന്നത് ഒരു സിസ്റ്റർ ഒരു മഠത്തിൽ ചേരാൻ വന്ന ഒരു കുട്ടിയെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടീനെ കാണുമ്പോൾ മഠത്തിൽ ചേരാനായിട്ട് വന്ന കുട്ടിയാണ് അത്. എൻ്റെ മുന്നിൽ വന്ന് ഇരുത്തിയിട്ട് ഈ സിസ്റ്റർ എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് വന്നിരുന്ന വശം മാതാവ് എന്നോട് പറഞ്ഞു, ഇതെന്തായാലും സിസ്റ്ററാവുന്നു. അങ്ങനെ ഈ മകള് സിസ്റ്ററിൻ്റെ മുന്നിൽ വന്നിരുന്നു. ഞാനിങ്ങനെ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു, വിശുദ്ധ ബൈബിൾ തുറന്ന് സന്ദേശങ്ങളെടുത്തു. അപ്പോൾ ഈ സിസ്റ്റർ പുറത്ത് നിൽക്കുന്നുണ്ട്, ഇവരെ നോക്കുന്ന മിസ്ട്രസ് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ മാതാവ് ശക്തമായിട്ട് പറഞ്ഞു, നല്ല ദൈവവിളിയുള്ള മകളാണ് എന്ന് ശക്തമായിട്ട് എൻ്റെ കാതിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. ഉടനടി വീട്ടിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, പൂർവികർ ചെയ്ത ഒരു പാപത്തിൻ്റെ ഫലം. അവരുടെ വീട് ഒരു കൂട്ടായ സഹോദരങ്ങൾ ഒരുമിച്ചുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഭാഗം വെച്ച് കഴിഞ്ഞിട്ട് ഈ മകളുടെ മമ്മിക്ക് ഡാഡിക്കാണ് വീട് കിട്ടിയത്. മറ്റ് വല്യപ്പൻ വല്യമ്മ ബാക്കി എല്ലാവരും ഒഴിഞ്ഞു പോകണം. അപ്പോൾ വീട് ഒഴിഞ്ഞു പോകേണ്ടി വന്നപ്പോൾ ഇവർക്ക് ഇട്ടിട്ട് ഒരു പണി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. നമ്മളതിനെപ്പറ്റി ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ കറക്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, ഈ കുട്ടി ഉടുപ്പിടുന്നതാണ് കാണിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും വിടാൻ പാടില്ല. അപ്പോൾ ആ സിസ്റ്റർ പറയാണ്, ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിൽ ശക്തമായിട്ടൊരു കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് പ്രോൺഷ്യാളമ്മ വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. സിസ്റ്ററിനെ കിട്ടിയാൽ സന്തോഷമുണ്ട്. അപ്പം മാക്സിമം വിടാനാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, വിടാൻ പാടില്ല, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നുണ്ട് ഈ മകൾ ഉടുപ്പിടുന്നത് ഇവരുടെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പിന്നെ കുറേ കൗൺസിലിങ്ങൊക്കെ ചെയ്ത് കൊടുത്ത് സഹായിച്ച് ഞാൻ പോന്നു. എൻ്റെ കോൺവെൻറ്റിലേക്ക് അപ്പനും അമ്മയും ഒരു സുപ്രഭാതത്തിൽ വരികയാണ്. അപ്പോൾ അന്ന് മകൾ മഠത്തിലാണ്. ഈ അപ്പനും അമ്മയും വന്നിരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, 2 മക്കബായർ 8:18 വചനം സിസ്റ്റർ എല്ലാവർക്കും കൊടുക്കണ പോലെ ആ ലാമിനേറ്റ് ചെയ്ത വചനം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ വീട്ടിൽ ഒട്ടിച്ച് വെക്കണം. ഈ വല്യപ്പൻ്റെ വല്യമ്മയുടെ പേര് പറഞ്ഞ് ഇത് 33 തവണ പ്രാർത്ഥിക്കണം. പിന്നെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകണം. അങ്ങനെ ഈ അപ്പച്ചനും അമ്മയും ഭയങ്കര ദാഹത്താൽ അവർ ഭയങ്കര ആത്മീയത നിറഞ്ഞവരായതുകൊണ്ട് പറഞ്ഞതെല്ലാം അതുപോലെ ചെയ്ത്. ഈ മകളാണെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയാണ്. ഒരു സ്തുതിപ്പ് തുടങ്ങിയ മിസ്ട്രസ്, നല്ല ആത്മീയതയുള്ള മിസ്ട്രസ്സാണ്. സ്തുതിപ്പ് വല്ലപ്പോഴും വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിൽ തല ഇങ്ങനെ ആട്ടി, അത് സിസ്റ്ററിൻ്റെ മുന്നിലും കാണിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക ഇതാണ്, അതൊന്നും സിസ്റ്റർ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പ്രോവിൻസിൽ. ഈ അപ്പനമ്മോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഒരു അത്ഭുതം എന്നോണം ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടി. വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ ചെയ്തു, എന്താ കാരണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ മാറി, സമാധാനമായി. പക്ഷേ അവർ സിസ്റ്റർമാരെ ഈ കുട്ടിയെ മടക്കി വിട്ടു, വീട്ടിലേക്ക് വിട്ടു. ഡിഗ്രിയൊക്കെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞ് വിട്ടു. അപ്പോൾ ഈ കുട്ടിയെ വിട്ടത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ അപ്പനെയും അമ്മയും
പാലയൂർ തീർത്ഥാടനം നടന്നു പോകുമ്പോൾ ഇവർ ഓടി വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ മകളെ അവർ വിട്ടു, ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അന്ന് പ്രേരണ തന്നിട്ടുണ്ട്. ഈ മകൾ സിസ്റ്റർ ആവുന്നു തന്നെയാണ് എന്നോട് പറഞ്ഞത്. അത് തന്നെയാണ് വെളിപ്പെടുത്തിയത്. നമുക്ക് നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ, നമ്മുടെ പക്ഷത്ത് ദൈവമുണ്ടെങ്കിൽ നമുക്ക് ആരും എതിര് നിൽക്കും. അവരും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പാലൂർക്ക തീർത്ഥാടനങ്ങൾ ഒരുമിച്ച് നടന്നതിന് പോയത് അങ്ങനെ കണ്ടുമുട്ടിയതാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ അപ്പനെയും അമ്മേനും ഇതുപോലെ തന്നെ ഞാൻ എവിടെ വെച്ച് കണ്ടപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്ററെ വീണ്ടും ഡിഗ്രി കഴിഞ്ഞ് തിരിച്ച് വിളിച്ച് എൻ്റെ മകള് ഉടുപ്പിടണ ചടങ്ങിന് വെസ്റ്റ് സ്റ്റേഷൻ്റെ അന്ന് സിസ്റ്റിനെ കുറേ അന്വേഷിച്ചു, സിസ്റ്റിനെ ഒന്ന് കിട്ടാൻ, സിസ്റ്റിനെ ഉടുപ്പിന് വരുത്താൻ. പക്ഷേ ഇന്ന് വരെ ഉടുപ്പിട്ട ആ സിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ വീട്ടിൽ നമുക്കിപ്പോൾ 2 വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വീട്ടിൽ വരാം. എന്നാൽ വീട്ടിൽ വരുമ്പോൾ സിസ്റ്ററിനെ ഒന്ന് കാണാൻ പോകണം, അപ്പനും അമ്മയും സിസ്റ്ററും കൂടി സിസ്റ്ററിനെ ഒന്ന് കാണാൻ പോകണം. അങ്ങനെ അവരിതുവരെ ചെയ്തിട്ടില്ല. ഞാനും ഒരുപാട് ആഗ്രഹിച്ചു, സിസ്റ്ററായി കഴിഞ്ഞിട്ട് ഒന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ആ മിസ്ട്രസിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ പിന്നീട് നമ്മൾ പ്രയോജനരഹിതമായ ദാസന്മാരെ പോലെ അല്ലെങ്കിൽ ഭൃത്യന്മാരെ പോലെ നമ്മളായിത്തീരാണ്. അതുകൊണ്ട് നമ്മൾ അതൊന്നും ആഗ്രഹിക്കാനും പാടില്ല. ലൂക്ക 10:20 നിന്റെ നാമം സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ സന്തോഷിക്കുവിൻ. അത് തന്നെയാണ് നമ്മുടെ ഈശോ നന്മ ചെയ്തിട്ടും ഈശോയ്ക്ക് കിട്ടിയത് കുരിശു മരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ സിസ്റ്ററിനെ ഉടുപ്പിട്ടതിന് ശേഷം ഇന്ന് വരെ ആ പെൺകുട്ടി ഉടുപ്പിട്ടിട്ട് സിസ്റ്റർ കണ്ടിട്ടില്ല. ആ മാതാപിതാക്കളെ കണ്ടിട്ടില്ല, ആ മിസ്ട്രസിനെയും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ പ്രൊവിൻഷ്യാമ്മയെ ആരെയും കണ്ടില്ല. പക്ഷെ ആർക്കും അറിയില്ല, കോൺഗ്രിഗേഷൻ ഒന്നും സിസ്റ്റർ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ഈശോ നിസാരയായ കഴുതയായ ഈ കഴുതപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മ അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനും ഒരു പോറൽ പോലും ഏൽക്കാതെ കർത്താവ് സംരക്ഷിക്കുന്നത് ഓർത്തുകൊണ്ടാണ് സിസ്റ്റിനിപ്പോൾ സന്തോഷം വരുന്നത്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഒരൊറ്റ ചിന്ത സിസ്റ്റർ പറയണേ, ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവം ഇത്രയും ശ്രേഷ്ഠമായ ഒരു ജനതയും ദൈവം അപ്പൻ, നമ്മുടെ അപ്പനും നമ്മൾ അവിടുത്തെ മക്കളുമാണെന്ന ആ ഒരൊറ്റ ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ദൈവം നമുക്ക് വിജയം നൽകും. ആമേൻ.